കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സര ചിത്രം പരിശോധിക്കുന്ന 20 ലെറ്ററിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ചാലക്കുടിയാണ്. സിറ്റിംഗ് എം പി കോൺഗ്രസിലെ ബെന്നി ബെഹനാനെ നേരിടാൻ CPIM മുൻ മന്ത്രി സി രവീന്ദ്രനാഥിനെ നിയോഗിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികവുണ്ട് രവീന്ദ്രനാഥിന്. പക്ഷേ ചാലക്കുടിയുടെ രാഷ്ട്രീയം അനുകൂലമാണ് എന്ന് പറയാനാകില്ല. ഒരുപക്ഷെ സി രവീന്ദ്രനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വമാകും ചാലക്കുടിയുടെ തെരഞ്ഞെടുപ്പ് മത്സരത്തെ കുറെ കൂടി ശ്രദ്ധേയമാക്കുന്നത്. നമുക്കത് ഈ രണ്ട് സ്ഥാനാർത്ഥികളെ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് തുടങ്ങാം. ജോർജ് പൊടിപ്പാറ സീനിയർ ജേർണലിസ്റ്റ് നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുക? ബെന്നി ബെഹനാൻ 5 വർഷം കൊണ്ട്, ബെന്നി ബെഹനാൻ കേരളത്തിൽ നേരത്തെ തന്നെ അറിയപ്പെടുന്ന നേതാവാണ്, UDFൻ്റെ കൺവീനറായിരുന്നു, 5 വർഷം കൊണ്ട് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന MP ആണ്. രവീന്ദ്രനാഥ് ആകട്ടെ വളരെ ജനകീയനായ നേതാവാണ്, മുൻ മന്ത്രിയാണ്. ഈ രണ്ട് നേതാക്കളെ എങ്ങനെ താരതമ്യം ചെയ്യും, ഈ രണ്ട് സ്ഥാനാർത്ഥികളെ? രണ്ട് സ്ഥാനാർത്ഥികളും രാജീവേ രണ്ട് രീതിയിൽ വളരെ പ്രസക്തി ഉള്ളവരാണ്, പ്രധാനികളാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് വേറെ പ്രാധാന്യമുള്ളവരാണ്. ഒരു വശത്ത് ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി, സിറ്റിംഗ് MP, അതായത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാവുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ വലം കൈയായിരുന്നു മുൻ മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയുടെ വലം കൈയായിട്ട് A ഗ്രൂപ്പിൻ്റെ രണ്ടാമൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അതിശക്തനായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വളരെ എന്താ പറയുക, പ്രശസ്തനായൊരു വ്യക്തി. ഇപ്പോൾ KM മാണിയുടെ പാർട്ടി UDFിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ള ആ സമയത്ത് UDFിൻ്റെ കൺവീനറായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ മുന്നണിയിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒക്കെ പരിഹരിക്കാനുമൊക്കെ ബെന്നി ബെഹനാൻ, പ്രത്യേകിച്ച് ഗ്രൂപ്പ് യുദ്ധത്തിൽ ഒരുപക്ഷെ ഒപ്പമോ ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതലോ ഈ ഗ്രൂപ്പ് വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന, ഒരു പരിധിവരെ ആ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയൊക്കെ ആയ സമയത്ത് ഈ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബെന്നി ബെഹനാന് പ്രസക്തിയുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു MP എന്നുള്ള നിലയിൽ ബെന്നി ബെഹനാന് പറയത്തക്ക കുഴപ്പങ്ങളോ അല്ലെങ്കിൽ കുറ്റങ്ങളൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാനും കഴിയില്ല. അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. മണ്ഡലത്തിൽ എവിടെ വിളിച്ചാലും അദ്ദേഹം ഓടിയെത്തുന്നു. മാത്രമല്ല ചാലക്കുടി മണ്ഡലത്തിലെ എറണാകുളം ജില്ലയിൽപ്പെട്ട മേഖലകളിൽ അദ്ദേഹത്തിന് ചില പ്രത്യേക അഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്കറിയാം, ഈ മണ്ഡലങ്ങൾ പെരുമ്പാവൂരായാലും കുന്നത്തുനാടായാലും അതുപോലെ അങ്കമാലി ആയാലും ആലുവ ആയാലും ഈ 4 മണ്ഡലങ്ങൾ യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ യാക്കോബായ സമുദായക്കാരൻ കൂടിയായ ബെന്നി ബെഹനാൻ ആ സഭയുമായി സമുദായവുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹം ആ സഭയുടെ ഏറ്റവും പരമോന്നത നേതൃത്വമായിട്ട് തന്നെ വളരെ അടുപ്പമുള്ള, അവരുമായിട്ട് നല്ല ഇടക്കാലത്ത് UDFുമായിട്ട് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ചർച്ച് ബില്ലിൻ്റെ ഒരു ഇത് വന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ തർക്കത്തിൻ്റെ സമയത്ത് ഇടതുമുന്നണി സഭയെ സഹായിക്കുന്നു എന്ന പേരിൽ ചർച്ച് ബില്ലൊക്കെ മുന്നോട്ട് വെച്ചു കൊടുത്ത് ഇടതുമുന്നണി ഒരാഭിമുഖ്യം പുലർത്തുന്ന സമീപനം അടുത്ത കാലത്ത് നമ്മൾ കണ്ടതുമാണ്. പക്ഷെ ആ ഘട്ടത്തിൽ പോലും ബെന്നി ബെഹനാനെതിരെ ഏതെങ്കിലും രീതിയിൽ സഭയ്ക്ക് ഒരു വിരോധമോ അല്ലെങ്കിൽ വൈരാഗ്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എതിർപ്പോ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ബെന്നി ബെഹനാൻ ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. MP എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് എടുത്തു പറയത്തക്ക പോരായ്മകളോ ന്യൂനതകളോ ചൂണ്ടിക്കാണിക്കാനില്ല. ആ രീതിയിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത്ര പ്രസക്തമല്ല. പാർലമെൻറ്റിലെ പെർഫോമൻസ് ആണെങ്കിലും ബെന്നി ബെഹനാൻ ശരാശരിക്കൊക്കെ മുകളിലാണ്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ ഉയരാറുണ്ട്. കോൺഗ്രസ് തന്നെ അദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ഈ നേതാവിന് നേരിടാൻ ഇടതുമുന്നണി ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്ന എന്താ പറയുക, ആയുധമണിയിച്ചിറക്കിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രൊഫസർ രവീന്ദ്രനാഥാണ്. അദ്ദേഹം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഇടതുമുന്നണിയുടെ ഒരു സാരഥി, മുൻ മന്ത്രി, പുതുക്കാട് നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ജയിച്ച അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചത് വളരെ വളരെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഒരു അക്കാദമിഷ്യൻ എന്നുള്ള നിലയ്ക്ക് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം ദീർഘകാലം. എൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ്. ആ കാലഘട്ടത്തിൽ കോളേജിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനേക്കാൾ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന അക്കാദമിഷ്യൻ സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വളരെ ശക്തമായി തന്നെ സംസാരിക്കുന്ന, പുത്തൻ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുടനീളം നൂറുകണക്കിന് വേദികളിൽ നൂറുകണക്കിന് സംസ്ഥാന ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും LIC
അല്ലെങ്കിൽ ഇൻഷുറൻസ് യൂണിയനുകളുടെയും ഒക്കെ അടക്കം കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ അത്തരം വിഷയങ്ങളിൽ ഉദാരവൽക്കരണത്തെക്കുറിച്ചും ആഗോളീകരണത്തെക്കുറിച്ചും ഒക്കെ ഒരുപക്ഷെ MP വീരേന്ദ്രകുമാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദികളിൽ സംസാരിച്ചിട്ടുള്ളത് ശ്രീ രവീന്ദ്രനാഥാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു അക്കാദമിഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ്, അദ്ദേഹത്തിൻ്റെ എക്സലൻസ് കേരളം പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ആരോപണങ്ങൾക്കും ഇടവരാതെ വ്യക്തിവൈശിഷ്ട്യവും അതുപോലെ തന്നെ കഴിവും പ്രാപ്തിയും എല്ലാം നിറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തികഞ്ഞ ഒരു 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 രാഷ്ട്രീയക്കാരനായിരുന്ന ഘട്ടത്തിൽ പോലും സാധാരണഗതിയിൽ പല രാഷ്ട്രീയക്കാരുടെയും മേൽ തെറിക്കാൻ സാധ്യതയുള്ള എന്താ പറയുക ചളി പോലും അദ്ദേഹത്തിൻ്റെ മേൽ തെറിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ സംശുദ്ധമാണ്. അത്തരത്തിൽ വളരെ കുറച്ച് നേതാക്കളേ ഉള്ളൂ. രവീന്ദ്രനാഥ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ചാലക്കുടി മണ്ഡലത്തിൽ കടന്നു വരുമ്പോൾ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന പരിചയസമ്പന്നനായ കോൺഗ്രസ് നേതാവിന് ഏറ്റവും വെല്ലുവിളിയാകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയാണ്. ബെന്നി ബെഹനാൻ്റെ പരിചയസമ്പത്തും ബെന്നി ബെഹനാൻ്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തും രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ആ ഒരു സംശുദ്ധ രാഷ്ട്രീയവും അക്കാദമിക് ബ്രില്യൻസും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണമികവും വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ആ ഒരു കഴിവ് തെളിയിച്ച ഇതെല്ലാമാണ് ശരിയായ രീതിയിൽ ചാലക്കുടി മണ്ഡലത്തിലെ പോരാട്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറം ഉള്ള ഒരു മാനം അതിന് കൈവന്നിട്ടുമുണ്ട്. സാധാരണഗതിയിൽ ചാലക്കുടി മണ്ഡലം UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച മണ്ഡലമായിട്ടാണ് കരുതപ്പെടുന്നത്. അവിടുത്തെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ വോട്ട് ഘടനയും അവിടുത്തെ ചരിത്രത്തിലേക്കൊന്ന് പോയിട്ട് വരാം. കോൺഗ്രസിന് മേൽക്കൈയുള്ള മണ്ഡലമാണ് ചാലക്കുടി, അതിൽ സംശയമില്ല. അതിൻ്റെ പഴയ രൂപമായ മൂന്തപുരവും കോൺഗ്രസിന് മേൽക്കൈയുള്ള മണ്ഡലമായിരുന്നു. 1952 ആദ്യ തെരഞ്ഞെടുപ്പ് മുതലുണ്ടായിരുന്നു മൂന്തപുരം, 2004 വരെ. 2008 മണ്ഡല പുനർനിർണയത്തിലാണ് മൂന്തപുരം മാറി ചാലക്കുടി ആവുന്നത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലായിട്ടാണ് മണ്ഡലം കിടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലുള്ള കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങൾ ചാലക്കുടിയുടെ ഭാഗമാണ്. എറണാകുളം ജില്ലയിലേക്ക് വന്ന പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് എന്നീ മണ്ഡലങ്ങൾ. ഈ 7 മണ്ഡലങ്ങൾ ചേരുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. മൂന്തപുരം മണ്ഡലമായിരിക്കെ പനമ്പിള്ളി ഗോവിന്ദമേനോൻ, AC ജോർജ്, K കരുണാകരൻ അങ്ങനെ കോൺഗ്രസിലെ തലപ്പൊക്കമുള്ള നേതാക്കൾ വിജയിച്ച മണ്ഡലമാണ് മൂന്തപുരം. ഇടതുപക്ഷത്തിന് അവിടെ അപൂർവമായെങ്കിലും ജയമുണ്ടായിട്ടുണ്ട്. 1980 E ബാലാനന്ദനും 2004 ലോനപ്പൻ നമ്പാടനും മൂന്തപുരത്ത് നിന്ന് വിജയിച്ചിട്ടുണ്ട്. ചാലക്കുടിയായി മാറിയതിന് ശേഷം ആദ്യ ജയം കോൺഗ്രസിലെ KP ധനപാലനായിരുന്നു. 2014 പക്ഷേ PC ചാക്കോയെ തോൽപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണിയിൽ നിന്ന് ഇന്നസെൻ്റ് ആ മണ്ഡലം പിടിച്ചെടുത്തു. ആ 2014 ഈ PC ചാക്കോയുടെ തോൽവിക്ക് മറ്റൊരു കാരണമുണ്ടായിരുന്നു. PC ചാക്കോയും KP ധനപാലനായിരുന്നു ചാലക്കുടിയിലെ സിറ്റിംഗ് MP, PC ചാക്കോ തൃശ്ശൂരിലെ സിറ്റിംഗ് MP. ഇവർ രണ്ടുപേരും പരസ്പരം മണ്ഡലം മാറി. അത് PC ചാക്കോയുടെ താല്പര്യം അനുസരിച്ചാണ് മണ്ഡലം മാറുന്നത്. ചാലക്കുടിയിലേക്ക് ചാക്കോ മാറുന്നത്, ധനപാലൻ തൃശ്ശൂരേക്ക് വരുന്നത്. ഫലം 2 സീറ്റിലും കോൺഗ്രസിന് പരാജയമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് 2014 ഇന്നസെൻറ്റിന് അവിടെ നിന്ന് വിജയിച്ച് കയറാനായത്. 2019 ഇന്നസെൻറ്റിനെ തോൽപ്പിച്ച് കോൺഗ്രസിലെ ബെന്നി ബെഹനാൻ വിജയിച്ചു. വലിയ ഭൂരിപക്ഷത്തിനാണ് ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ നിന്ന് വിജയിച്ച് കയറുന്നത്. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡുള്ള മണ്ഡലമാണ് ചാലക്കുടി എന്ന്. തീർച്ചയായിട്ടും കോൺഗ്രസിന് എല്ലാ കാലത്തും അപ്പർ ഹാൻഡായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ സുരക്ഷിത മണ്ഡലമെന്ന നിലയിൽ പരിഗണിച്ച് മത്സരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു ഈ ചാലക്കുടിയുടെ പൂർവ്വരൂപമായിട്ടുള്ള മുകുന്ദപുരം നിയോജകമണ്ഡലം. അവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പനമ്പള്ളി ഗോവിന്ദമേനോൻ, അതുപോലെ തന്നെ AC ജോർജ് പലവട്ടം അവിടെ നിന്ന് വിജയിച്ചു, പലവട്ടം കേന്ദ്രമന്ത്രിയായി. അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു മുകുന്ദപുരം അറിയപ്പെട്ടെന്ന് പോലും. പിന്നീട് K കരുണാകരനോട് അവിടെ മത്സരിച്ച് ജയിച്ചു. അങ്ങനെ നോക്കുമ്പോൾ മുകുന്ദപുരം കോൺഗ്രസിന്റെ ഒരു നല്ല സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ പണ്ടേ സൂചിതമാണ്. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം അത്രത്തോളം ഒരു സുരക്ഷിതത്വം ചാലക്കുടിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അത്രത്തോളം സുരക്ഷിതത്വം ആ മുൻകാലത്തുണ്ടായിരുന്ന സുരക്ഷിതത്വം എങ്കിലും കോൺഗ്രസിന്റെ ഒരു സുരക്ഷിത മണ്ഡലം തന്നെയാണ്. അതിന് കാരണം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിനുള്ളിൽപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും UDF-ന്റെ കൈവശമുണ്ട്? എനിക്കത് വളരെ ചുരുക്കം. മലപ്പുറത്തും അതുപോലെ തന്നെ എറണാകുളത്തും അല്ലാതെ മറ്റെവിടെയെങ്കിലും UDF-ന് 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ഒരു നിയോജകമണ്ഡലത്തിൽ മഹാഭൂരിപക്ഷം അല്ലെങ്കിൽ 4 സീറ്റുകളിൽ UDF-ന് സിറ്റിംഗ് MLA മാരുള്ളൊരു നിയോജകമണ്ഡലം ഒരുപക്ഷെ ചാലക്കുടിയുടെ കൂടെ 1-2 ഒക്കെ എടുക്കാനുണ്ടാവുള്ളൂ.
അപ്പോൾ അത് നോക്കുമ്പോൾ ചാലക്കുടിയിൽ താങ്കൾ നേരത്തെ ആദ്യം പറഞ്ഞ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെ നമുക്കറിയാം. ചാലക്കുടിയിൽപ്പെട്ട ചാലക്കുടി മണ്ഡലത്തിലും അതുപോലെ തന്നെ അങ്കമാലി, ആലുവ, കുന്നത്തുനാട്, പെരുമ്പാവൂർ. അതിൽ കുന്നത്തുനാടില്ല. പെരുമ്പാവൂരും അങ്കമാലിയും ആലുവയും UDF മണ്ഡലങ്ങളാണ്. അപ്പം മൊത്തം 4. LDF ജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കുന്നത്തുനാടാണ്, മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ കയ്പമംഗലവും കൊടുങ്ങല്ലൂരും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 2021 LDF തരംഗത്തിലും 4 സീറ്റുകളിൽ UDF വിജയിച്ച് കയറിയ ഒരു മണ്ഡലമാണിത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ UDFന് മേൽക്കോയ്മയുള്ള, UDFന് സുരക്ഷിതമെന്ന് വേണമെങ്കിൽ ആത്മവിശ്വാസത്തോടെ പറയാവുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് ചാലക്കുടി എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിന് കാര്യമില്ല. പക്ഷേ കണക്കുകൾ അനുകൂലമാണെങ്കിലും ഇപ്പോഴത്തെ ഒരവസ്ഥ UDFന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് എന്നൊക്കെ പറയാമെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ശ്രീ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന നല്ല ക്ലീൻ പ്രതിച്ഛായയുള്ള നേതാവിൻ്റെ വരവോടെ ആ മന്ത്രിയുടെ അദ്ദേഹത്തെ തന്നെ തെരഞ്ഞെടുത്ത് ചാലക്കുടിയിൽ മത്സരിപ്പിച്ചതിന് കാരണവും അത് തന്നെയാണ്. അദ്ദേഹമാണ് അവിടുത്തെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് എന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും അവിടെ ഒരു നല്ല മത്സരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. രവീന്ദ്രനാഥിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തോടെ അവിടെ നേരിടുന്നത് അനുഭവസമ്പന്നനായിട്ടുള്ള ബെന്നി ബെഹനാനാണ്. സ്വാഭാവികമായിട്ടും UDFന് മേൽക്കോയ്മയുള്ള ആ മണ്ഡലത്തിൽ ഇരുവരും തമ്മിലുള്ള പോരാട്ടം ഒരു ക്ലാസ് വാറാണ്. നിലവാരമുള്ള നല്ലൊരു മത്സരമാണ് അവിടെ നടക്കുന്നത്. മറ്റ് വിഷയങ്ങൾക്ക് അപ്പുറത്ത് ഒരു രാഷ്ട്രീയ വ്യക്തിത്വം, ഒരു അക്കാദമിക് വ്യക്തിത്വം, അതുപോലെ തന്നെ ഒരു ക്ലീൻ പ്രതിച്ഛായയും, അതുപോലെ തന്നെ KSU സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങി UDFൽ വഹിക്കാവുന്ന എല്ലാ സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസ് പരിഗണിക്കുന്ന ഒരു വലിയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ബെന്നി ബെഹനാനും രവീന്ദ്രനാഥും തമ്മിലുള്ള മത്സരത്തിൽ തീ പാറും. അത് നല്ലൊരു മത്സരം തന്നെയായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇപ്പം തന്നെ ഉറപ്പിച്ച് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി ഞാനിപ്പോൾ വിചാരിക്കുന്നു എറണാകുളം പോലുള്ള UDFന് ആഴത്തിൽ വേരുകളുള്ള ഒരു മണ്ഡലം, അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും UDFന് അനുകൂലമാണ്, മറ്റു ഘടകങ്ങളും അനുകൂലമാണ്. ഒരുപക്ഷെ തൃശ്ശൂരിലെ 2 മണ്ഡലങ്ങളിൽ രവീന്ദ്രൻ മാഷക്ക് നല്ല ഭൂരിപക്ഷം കിട്ടിയേക്കാം. കയ്പമംഗലവും കൊടുങ്ങല്ലൂരും ഇടതുപക്ഷത്തിന് സുരക്ഷിത മണ്ഡലങ്ങളാണ്. പക്ഷേ ചാലക്കുടി ഇരുകൂട്ടരെയും മാറി മാറി സ്വീകരിച്ചിട്ടുള്ള ഇപ്പോൾ സിറ്റിംഗ് MLA ആണ് ചാലക്കുടിയിൽ. അതുപോലെ തന്നെ അങ്കമാലിയും പെരുമ്പാവൂരും അതുപോലെ ആലുവയും ഒക്കെ UDFന്റെ വളരെ കരുത്ത നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു തീപാറുന്ന പോരാട്ട വേദിയായിട്ട് തന്നെയാണ് ചാലക്കുടിയെ നമുക്ക് കാണാൻ കഴിയുക. ആർക്കും ഈസി വാക്ക് ഓവറൊന്നുമില്ല. എന്നാൽ പറയുമ്പോൾ ഒരു കാര്യം, ഇത് പറയുമ്പോൾ 2014 ഇന്നസെന്റ് ജയിക്കുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിയായിട്ട് മത്സരിച്ച KM നൂറുദ്ദീൻ അന്ന് 35,189 വോട്ട് പിടിച്ചിരുന്നു. അന്ന് BJPക്ക് കിട്ടിയതാകട്ടെ 10.49% വോട്ടാണ്. 2019 AAP രംഗത്തില്ല. BJPക്ക് കിട്ടുന്നത് 15.6% വോട്ട്. ഇക്കുറി BJP അല്ല, NDAയിൽ നിന്ന് BDJS ആണ് മത്സരിക്കുന്നത്. പുറമെ 2020 മത്സര രംഗത്തുണ്ട്. 2020ക്ക് ഒരു സ്വാധീനമുള്ള 2 നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, കുന്നത്തുനാടും പെരുമ്പാവൂരും. അപ്പോൾ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ കുന്നത്തുനാട് 2020 നേടുന്നത് 41,890 വോട്ടാണ്. രണ്ടാമതെത്തിയ കോൺഗ്രസിലെ VP സജീന്ദ്രന് 48,463 വോട്ടും. അത് ഏതാണ്ട് കോൺഗ്രസിൻ്റെ വോട്ടിന് അടുപ്പിച്ച് വോട്ട് കുന്നത്തുനാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ 2020 നേടിയിട്ടുണ്ട്. പെരുമ്പാവൂരിലാകട്ടെ 20,536 വോട്ട് 2020 നേടി. 2020 മത്സരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ചാർലി പോളാണ്. ചാർലി പോൾ ആ മണ്ഡലത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ള, ചാലക്കുടി മേഖലയിലൊക്കെ അത്യാവശ്യം സ്വാധീനമുള്ള ആളുമാണ്. ഈ 2020യുടെ സ്ഥാനാർത്ഥിത്വം അത് ഈ ചാലക്കുടിയുടെ മത്സരത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? UDFൻ്റെ വോട്ടിൽ അതൊരു ഇടിവുണ്ടാക്കുമോ? തീർച്ചയായിട്ടും ചാലക്കുടി മണ്ഡലത്തിൻ്റെ ഇത്തവണത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയും ഈ 2020യുടെ ഒരു സാന്നിധ്യമാണ്. നമുക്കറിയാം 2020 എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് ഈ കുന്നത്തുനാട് ഉൾപ്പെടുന്ന ചാലക്കുടി മണ്ഡലത്തിൽ നിർണായക ശക്തിയാണ്. താങ്കൾ പറഞ്ഞ കണക്കുകൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ സാക്ഷി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിലും കുന്നത്തുനാടും 2020 വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. ജയിക്കുമെന്ന് പോലും കരുതപ്പെട്ടിരുന്നു. ഒടുവിൽ നിസ്സാര മാർജിനാണ് തോൽക്കുന്നത്. അവിടെ ജയിച്ചത് കുന്നത്തുനാട് അഡ്വക്കേറ്റ് ശ്രീനിധനാണ്. ഇടതുപക്ഷം, അതായത് കോൺഗ്രസും 2020യും മത്സരിച്ച് വോട്ടുകൾ നേടിയപ്പോൾ അതിന് ആ രീതിയിൽ വോട്ട് വലിയ ചോർച്ച ഉണ്ടാകാതെ പോയ LDFിൽ
ശ്രീനിജൻ ജയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നത് ഈ ചാർലി പോളിനെ ചാലക്കുടിയിൽ നിർത്തിയിരിക്കുന്നത് കരുത്ത് കാണിക്കാൻ തന്നെയാണ്. മാത്രമല്ല, ഇത് കുറെ കാലമായിട്ട് തുടരുന്ന ഒരു 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 പോരാട്ടത്തിന്റെ, അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടും ഇടതുമുന്നണിയുമായിട്ടും രണ്ട് മുന്നണിയുമായിട്ടും അദ്ദേഹത്തിന്റെ കണക്കുകൾ തീർക്കാനുണ്ട്. ഇപ്പോൾ അന്തരിച്ചു പോയ പി ടി തോമസ് നോട് അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ആദ്യ കാലം മുതൽ തന്നെ രാഷ്ട്രീയമായിട്ട് ബെന്നി ബെഹനാനോട് ചെറിയ രീതിയിൽ വാശിയും അതുപോലെ തന്നെ പകയും ഒക്കെ ഉള്ള ആളാണ് ഈ സാബു ജേക്കബ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ, മാത്രമല്ല കുന്നത്തുനാടെന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ, അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളുള്ള മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ടും സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പിന്നിൽ ജയസാധ്യതയൊന്നും വിചാരിച്ചുകൊണ്ടല്ല, ചില കണക്കുകൾ, പഴയ ചില കണക്കുകൾ തീർക്കാൻ, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ ഇരു മുന്നണികൾക്കും തങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കുക, ഞങ്ങൾ കൂട്ടിയാൽ എന്തൊക്കെ സാധിക്കും, ഞങ്ങൾ വിചാരിച്ചാലും ചിലത് സാധിക്കും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാലക്കുടിയുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഒരുപക്ഷെ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന തൃശ്ശൂർക്കാരനായ, പുതുക്കാടുകാരനായ കോളേജ് അധ്യാപകനെ ചാലക്കുടിയിൽ ഏതെങ്കിലും ഒരു അത്ഭുതത്തിന് സഹായിക്കുന്ന ഒരു ഘടകമായിട്ടും 2020 സാന്നിധ്യം മാറിക്കൂടുന്നില്ല. അത് തീർച്ചയായിട്ടും കുറെ കൂടി ദോഷകരമായിട്ട് ബാധിക്കുക ബെന്നി ബെഹനാനെയാണ്. പക്ഷെ വലിയ ഒരു 50,000 ഒക്കെ അതിനപ്പുറത്തേക്കൊക്കെ വോട്ട് പോയാൽ, ഇപ്പോൾ കുന്നത്തുനാട്ടിൽ എന്തായാലും ഇടതുപക്ഷത്തോടും സാബു ജേക്കബിന് അനുഭാവമില്ല. അടുത്ത കാലത്തായിട്ട് കോൺഗ്രസിന്റെ നേതാക്കളെക്കാൾ കൂടുതലായിട്ട് സാബു ജേക്കബിന്റെ വിരോധവും വൈരാഗ്യവും അവിടുത്തെ ശ്രീനിജനോടാണ്. ശ്രീനിജന് നേരെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടക്കും. അതുകൊണ്ട് തന്നെ കുന്നത്തുനാട്ടിലെ 2020 പിടിക്കുന്ന മുഴുവൻ വോട്ടും UDFിൻ്റെതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ കൂടുതൽ വോട്ട്, കുറച്ചുകൂടി ചാഞ്ചാടുന്ന സ്വഭാവം കോൺഗ്രസ് വോട്ടർമാർക്ക് UDF വോട്ടർമാർക്ക് ഉള്ളതുകൊണ്ട് ഒരുപക്ഷേ UDFിൻ്റെ വോട്ടുകളായിരിക്കാം ചാർലി പോളിൻ്റെ പെട്ടിയിൽ വീഴുക കൂടുതലായിട്ട്. പക്ഷേ ഇത്രത്തോളം ഈ 41,000 വോട്ടുകളൊക്കെ വീഴണമെന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് LDFിൻ്റെ വോട്ടുകൾ കൂടി ഇല്ലാതെ ഇത്രയും വലിയ സംഖ്യയിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പെരുമ്പാവൂരിലും അതുപോലെ കുന്നത്തുനാടും ഈ 2020 സ്ഥാനാർത്ഥി ശ്രീ ചാർലി പോളിന് കിട്ടുന്ന വോട്ടുകൾ ആത്യന്തികമായിട്ട് ആരെയാണ് കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുക, ആരുടെ വിജയത്തെയാണ് തടുക്കുക, അല്ലെങ്കിൽ ആരുടെ പരാജയത്തെയാണ് വഴിതെളിക്കുക എന്ന ചോദ്യം പ്രസക്തമാണ്. അതാണ് ചാലക്കുടി മണ്ഡലത്തിൽ ഇക്കുറി കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത ഒരു സവിശേഷ സാഹചര്യം. അത് എത്രത്തോളം പ്രതിഫലിക്കും എന്ന കാര്യം നമുക്കിപ്പോൾ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ വോട്ടർ 50,000-ക്ക് മുകളിലേക്കോ 1,00,000-ലേക്കോ അല്ലെങ്കിൽ അതിന് താഴേക്ക് തൊട്ടടുത്തേക്കൊക്കെ എത്തിയാൽ എന്തും സംഭവിക്കാം. അവിടെ നമ്മൾ വിചാരിക്കുന്ന അത് വിപരീതമായൊരു ഫലം സംഭവിച്ചുകൂടായില്ല രാജീവ്. റൈറ്റ്. ഇതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2019 BJP മത്സരിപ്പിക്കുന്നത് അവിടെ AN രാധാകൃഷ്ണനാണ്, അവരുടെ നേതൃനിരയിൽ പ്രധാന സ്ഥാനമുള്ള ഒരാൾ. 2014 B ഗോപാലകൃഷ്ണനായിരുന്നു മത്സരിച്ചത്. ഇക്കുറി സീറ്റ് BDJSന് കൈമാറുന്നു. BDJSൻ്റെ നേതൃനിരയിൽ തന്നെ അത്രത്തോളം അറിയപ്പെടാത്ത K ഉണ്ണികൃഷ്ണനാണ് BDJSൻ്റെ സ്ഥാനാർത്ഥി. ഇത് ഈ ചാലക്കുടി മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ചില സാമുദായിക ഘടകങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഞാൻ ചോദിക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലോ അതുപോലെയുള്ള നമ്മളിപ്പോൾ പറയുന്ന സാധാരണഗതിയിൽ പറയുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ പത്തനംതിട്ട പോലെയുള്ള മണ്ഡലങ്ങളിൽ പോലെ ഒരു സ്വാധീനം ചാലക്കുടി മണ്ഡലത്തിൽ ഈ പറഞ്ഞ NDAക്കോ അല്ലെങ്കിൽ BJPക്കോ BDJSനൊന്നും അവകാശപ്പെടാൻ കഴിയില്ല എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് വെച്ച് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഒരു കാലത്തും അത്രമേൽ വലിയ ശക്തി ഈ ഒരു എന്താ പറയുക, മറ്റു ചില മണ്ഡലങ്ങളിലൊക്കെ 28% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയ സാഹചര്യത്തിൽ തൃശ്ശൂർ സുരേഷ് ഗോപി 29% വോട്ട് വാങ്ങിച്ചു. പക്ഷേ ചാലക്കുടിയിലെ AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ശക്തനായ നേതാവ്, BJPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പോലും അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥിയാക്കിയ അവരുടെ വലിയ നേതാവാണ് ശ്രീ AN രാധാകൃഷ്ണൻ, എറണാകുളത്തെ തലയെടുപ്പുള്ള നേതാവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മത്സരിച്ചിട്ടും കഴിഞ്ഞ തവണ ശബരിമല ആനുകൂല്യം ഉണ്ടായിരുന്നിട്ടും എല്ലാം ശതമാനക്കണക്കിൽ നോക്കുകയാണെങ്കിൽ ചാലക്കുടിയിൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആനുപാതികമായ ഒരു വിഹിതം BJPക്ക് കിട്ടിയതായിട്ട് കാണുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അവിടെ ഇക്കുറി അവരുടെ പെർഫോമൻസ് മോശമാകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ BJPയുടെ തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ അല്ല ചാലക്കുടിയിൽ നിർത്തിയിരിക്കുന്നത്. അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായിട്ടൊന്നും ആ പട്ടികയിലൊന്നും ചാലക്കുടി വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പ്രായണ അപ്രശസ്തനായ, ചാലക്കുടിക്ക് പുറത്തോ അകത്തോ ഒന്നും
BJPയുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വ നിരയിലൊന്നും അത്രയൊന്നും നമ്മൾ കാണാത്ത ഒരു മുഖമാണ് ഉണ്ണികൃഷ്ണന്. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ചാലക്കുടിയിൽ ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് മാറും എന്ന് കരുതാനും കഴിയില്ല. കഴിഞ്ഞ തവണത്തെ പോലെ അത്ര അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പൊ നിലവിലില്ല താനും. എങ്കിലും BJP സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള തീവ്രമായ മത്സരം നടത്തുന്നുണ്ട്. NDA തന്നെ നേരിട്ട് മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയും അവർ ഇത് ചെയ്യുന്നൊരു വിജയമൊന്നുമല്ല, മറിച്ച് ചാലക്കുടിയിലും ഞങ്ങൾ വളരെ പ്രസക്തമായൊരു സാന്നിധ്യമാണ് എന്ന് തെളിയിക്കുക എന്നത് ആണ് അവരുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് BJP വോട്ടുകൾ എങ്ങോട്ടെങ്കിലും മറിയുന്നോ ചാഞ്ചാടുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മുന്നണികളുടെ സാന്നിധ്യത്തെ, മുന്നണികളുടെ സാധ്യതകളെ BJP വോട്ട് ഏത് രീതിയിലാണ് ബാധിക്കുക, എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ ഒരു സാധ്യത ആരെയെങ്കിലും ജയാപജയങ്ങളെ 2020യുടെ സാന്നിധ്യം UDFനെ ബാധിക്കുന്ന പോലെ, അല്ലെങ്കിൽ സാധ്യതകൾക്ക് എന്താ പറയുക, ഒരു ദുർബലപ്പെടുത്തുന്ന, അതുപോലുള്ളൊരു ദുർബലപ്പെടുത്തുന്ന ഘടകമായിട്ട് BJP ചാലക്കുടിയിൽ മാറില്ല. അതിനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. ഈ ക്രൈസ്തവ സമുദായത്തെ സവിശേഷമായ അഭിസംബോധന ഞാൻ BJP ഇടക്കാലത്ത് വലിയ ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഈസ്റ്ററിനും ഈ ഈസ്റ്ററിനും ഒക്കെ ഗൃഹസന്ദർശനങ്ങൾ നടത്തുന്നു, സഭാ നേതാക്കളെ കാണുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട് BJP. ഇത് ചാലക്കുടിയിൽ NDA വോട്ടിൽ, BDJS ആണല്ലോ അവിടെ മത്സരിക്കുന്നത്, NDA വോട്ടിൽ പ്രതിഫലിക്കാനിടയുണ്ടോ? ഈ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, ക്രൈസ്തവ എന്താ പറയുക, നിർണായകമായ ശക്തികളുള്ള മണ്ഡലങ്ങളാണിത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചാലക്കുടിയും അങ്കമാലിയും ആലുവയും കുന്നത്തുനാടും പെരുമ്പാവൂരും ഒക്കെ ക്രൈസ്തവർക്ക് വളരെ ശക്തിയുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ ചാലക്കുടിയിൽ കത്തോലിക്ക വിശ്വാസികളാണ് കൂടുതൽ. അവിടെ ഈ പറഞ്ഞ മറ്റ് യാക്കോബായ ഓർത്തഡോക്സ് സഭകൾക്ക് വലിയ പ്രാതിനിധ്യമില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്കമാലിയിലേക്കും പെരുമ്പാവൂരിലേക്കും കുന്നത്തുനാട്ടിലേക്കും ആലുവയിലേക്കും പോകുമ്പോൾ കത്തോലിക്ക സഭയേക്കാൾ കൂടുതൽ നിർണായക ശക്തിയും, അതുപോലെ തന്നെ ശക്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്കമാലിയിൽ കത്തോലിക്ക സഭ വളരെ ശക്തം തന്നെയാണ്. എങ്കിൽ പോലും ഈ മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പമോ ചില മണ്ഡലങ്ങളിൽ കുറച്ച് കൂടുതലോ സാന്നിധ്യവും ശക്തിയും തെളിയിക്കാൻ യാക്കോബായ സഭയ്ക്കായിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ നിലപാടുകളാണ് പലപ്പോഴും ആ മണ്ഡലങ്ങളിലെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഈ ക്രൈസ്തവ സഭകളിൽ ഇപ്പോൾ കത്തോലിക്ക സഭയായിട്ടൊക്കെ ചില ബന്ധങ്ങൾ ശക്തമാക്കാൻ ഈ പറഞ്ഞ NDA ശ്രമിച്ചെങ്കിലും മണിപ്പൂർ സംഭവത്തോടുകൂടി സഭകളുടെ നിലപാടിൽ ആ മൃദു സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സമീപകാലത്ത് പല മെത്രാന്മാരുടെയും പല പിതാക്കന്മാരുടെയും പ്രസ്താവനകളിലൂടെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ മണിപ്പൂരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJPക്ക് കുറച്ചുകൂടി ക്രൈസ്തവരുമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ അവരിലൊരു വിഭാഗത്തെ അടർത്തി മാറ്റാനും ഒക്കെ കഴിഞ്ഞാൽ, യാക്കോബായ സഭ തന്നെ ഈ സഭാ തർക്കത്തിൽ ഈ പറഞ്ഞ ശ്രീധരൻ പിള്ളയെ പോലുള്ളവരെയൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ BJPയിലെ ചില നേതാക്കളെ ഒക്കെ ഉപയോഗിച്ച് ആ തർക്കത്തിനൊരു പരിഹാരം കാണാനൊക്കെ ശ്രമിച്ചതുമാണ്. അവർ ആ നിലയ്ക്ക് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും അധികം മുന്നോട്ട് പോയില്ല. അവരുദ്ദേശിച്ച രീതിയിലുള്ളൊരു ഫലം അതുകൊണ്ട് ഉണ്ടായുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കുറി യാക്കോബായ സഭ ഇന്നും അങ്ങനെ കൃത്യമായിട്ട് ഒരു നിലപാട് BJPക്ക് ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയോട് കുറെ കൂടി ആഭിമുഖ്യം പുലർത്തുമെന്നോ എന്ന രീതിയിൽ ഇതുവരെ ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടില്ല. നേരെ മറിച്ച് പൊതുവിൽ ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെയും ലാറ്റിൻ കത്തോലിക്ക സഭയുടെയൊക്കെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി തന്നെ ചില അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു വന്നു. അതായത് ഭരണഘടന സംരക്ഷിക്കുന്ന, ജനാധിപത്യം സംരക്ഷിക്കുന്ന, എന്താ പറയുക, ഇന്ത്യയുടെ വൈവിധ്യവും നാനാത്വവും ഏകത്വവും ഒക്കെ സംരക്ഷിക്കുന്ന, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യണമെന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ വരികൾക്കിടയിലൂടെ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വായിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഇടയലേഖനങ്ങളും അല്ലെങ്കിൽ പ്രസ്താവനകളൊക്കെ പുറത്തു വരികയും ചെയ്തു. അതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ ഈ തവണ BJPയിലേക്ക് പോകുമെന്ന് കരുതാൻ ന്യായമില്ല. അതിനുള്ള ആ സൂചനകളൊന്നും അന്തരീക്ഷത്തിൽ ഇല്ല എന്നതാണ് വസ്തുത. റൈറ്റ്. ഇത് പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം അത് വിലയിരുത്തപ്പെടുക സ്വാഭാവികമാണ്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി, പെൻഷൻ മുടങ്ങിയത്, അത് തുടങ്ങി വന്യമൃഗശല്യം വരെയുള്ള പ്രശ്നങ്ങൾ ഇത് ചാലക്കുടിയിലും ബാധിക്കാം. ഇടതുമുന്നണിക്ക് അത് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ രവീന്ദ്രനാഥിനെ പോലുള്ളൊരു കാൻഡിഡേറ്റ് മത്സരിക്കുമ്പോൾ കുറെ കൂടെ ആഴത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. രവീന്ദ്രനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റു രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ അത് ഏതും കയറി കണ്ണുമൂക്കില്ലാതെ ന്യായീകരിക്കാൻ തയ്യാറാവുന്ന ഒരാളുമല്ല. സത്യസന്ധമായിട്ട് വാക്കിലും പ്രവൃത്തിയിലും ആ സത്യസന്ധത ഉണ്ട്. അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമോ,
അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തട്ടിവിടുകയോ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഒരു പ്രത്യേകതയുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇടതുമുന്നണിക്ക് ഈ പറഞ്ഞ വന്യമൃഗ ശല്യത്തിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിന് മാത്രമായിട്ട് വാഗ്ദാനങ്ങളൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാലക്കുടി മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പെരുമലയാറ്റൂർ ഉൾപ്പെടുന്ന ആ ഒരു പെരുമ്പാവൂരിൻ്റെ ആ മേഖലകളിലും ഒക്കെ വന്യമൃഗ ശല്യമുണ്ട്. അത് പ്രത്യേകിച്ചും ചാലക്കുടിയിലാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യം. നമുക്കറിയാം, ചാലക്കുടിയിൽ അതിരപ്പള്ളിയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ ഈ കാട്ടാനകൾ ഇപ്പോൾ തമ്പടിച്ചിരിക്കുക. ആ വഴിക്ക് പോകുന്ന പലരെയും ആക്രമിക്കുന്നുണ്ട്, ആദിവാസികൾ ചവിട്ടേറ്റ് മരിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ തന്നെ കുടിയേറ്റക്കാർ ധാരാളം ഉള്ള ചില പഞ്ചായത്തുകളുണ്ട്. ആ പരിയാരം, അതുപോലെ വെള്ളിക്കുളം, ഇങ്ങനെയുള്ള ചാലക്കുടി മണ്ഡലത്തിൽപ്പെട്ട ചില പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. പല ദിവസങ്ങളിലും എണ്ണപ്പനത്തോട്ടത്തിൽ, അതിരപ്പള്ളിയിലെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ പലപ്പോഴും 5, 6, 7 ആനകൾ. അതുപോലെ മലക്കപ്പാറയ്ക്ക് പോകുന്ന വഴിയിലാണെങ്കിലും ഇപ്പോൾ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ, അല്ലെങ്കിൽ ഞാൻ അതിന് പരിഹാരം കാണും എന്ന് പറയാൻ കഴിയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ തട്ടിവിടുന്ന ഒരാളല്ല. അതൊരു പ്രശ്നമാണ്. അവിടെ ആളുകൾക്ക് വന്യമൃഗ ശല്യം അവരുടെ ജീവിതത്തിലെ വലിയ രൂക്ഷമായ, വളരെ ഗൗരവമാർന്നൊരു വിഷയമാണ് താൻ. പക്ഷെ അതിനൊന്നും അങ്ങനെ അന്ധമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഞാൻ അതൊക്കെ നമ്മളങ്ങ് തീർത്തു തരാം, പാർக்கலாம் എന്ന് പറഞ്ഞ് ആളുകളെ വ്യാജ മോഹങ്ങൾ അല്ലെങ്കിൽ വ്യാമോഹങ്ങൾ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി രവീന്ദ്രനാഥ് മാഷ്ക്കില്ല. മറിച്ച് പല കാര്യങ്ങളിൽ കുറെ കൂടി ഗൗരവമുള്ള വിഷയങ്ങളിൽ, സാമ്പത്തിക പ്രതിസന്ധി പോലുള്ള വിഷയങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ എങ്ങനെ കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഒരു കളങ്കമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ വർത്തമാന കാലഘട്ടത്തിലെ എന്താ പറയുക, ചലനങ്ങൾ അല്ലെങ്കിൽ വ്യതിചലനങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല. അദ്ദേഹം പാർലമെന്ററി വ്യാമോഹം പോലും അങ്ങനെ വെച്ച് പുലർത്തുന്ന ഒരു സ്വഭാവക്കാരനല്ല. കുറെ കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇനി മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് അദ്ദേഹത്തെ ചാലക്കുടി പിടിക്കാൻ വേണ്ടി പ്രത്യേക നിയോഗം കൊടുത്ത് പാർട്ടി ഇറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ അവർക്ക് സഹായകമാകും. പക്ഷേ ഈ പറഞ്ഞ ഈ സാമ്പത്തിക പ്രതിസന്ധിയടക്കമുള്ള സർക്കാർ നേരിടുന്ന ഗൗരവമായ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് എന്ത് ന്യായീകരണം, അങ്ങനെ അതിശക്തമായ ന്യായീകരണങ്ങളുമായിട്ട് രംഗത്ത് വന്ന് സർക്കാരിന് സേവ് ചെയ്യാവുന്ന ഒരവസ്ഥ രവീന്ദ്രനാഥിന് ഇല്ല. മാത്രമല്ല, ആ ഒരു രീതിയല്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുന്ന, അമിത വാഗ്ദാനങ്ങളോ അമിത ന്യായീകരണങ്ങളോ നിരത്തി ഈ വോട്ടർമാരെ ഒരു വേറൊരു ലോകത്തേക്ക്, ഒരു സ്വപ്ന ലോകത്തേക്ക് നയിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയുടെ ഉടമയല്ല. ഇപ്പോൾ ഈ പറഞ്ഞതിൽ കുടിയേറ്റക്കാരുണ്ട് ഈ മണ്ഡലത്തിൽ, ക്രിസ്തീയ വിഭാഗത്തിന് നല്ല സ്വാധീനമുണ്ട് മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് വന്നത് ചാലക്കുടിയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ 2021 മത്സരിച്ചവരാണ്, പരാജയപ്പെട്ടു കോൺഗ്രസ് കാൻഡിഡേറ്റിനോട്. പക്ഷേ ചാലക്കുടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇടതുമുന്നണി കൊടുത്തു. ചാലക്കുടി, അങ്കമാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ ചെറുതല്ലാത്ത സ്വാധീനം അവർക്കുണ്ട്. അത് ഇടതുമുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യാനിടയുണ്ടോ? അതായത് രാജീവ് പറഞ്ഞത് സത്യമാണ്. ചാലക്കുടി മണ്ഡലം കഴിഞ്ഞ തവണ അന്ന് ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് വന്നൊരു സാഹചര്യത്തിൽ അത് എത്രത്തോളം ഇടതുമുന്നണിക്ക് സഹായമായി, ഇടതുമുന്നണി എത്ര പ്രാധാന്യത്തോടെയാണ് അത് കണക്കാക്കിയത് എന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. സിറ്റിംഗ് MLA ഉണ്ടായിരുന്ന ചാലക്കുടി സീറ്റ് കേരള കോൺഗ്രസ് ചോദിച്ചപ്പോൾ തടകിയിൽ എന്നോണം വെച്ചു കൊടുത്തു. ഒരു പരിധിവരെ ചാലക്കുടി സീറ്റിൽ പരാജയത്തിൻ്റെ കാരണവും അതുതന്നെയാണ് എന്നാണ് ഇടതുമുന്നണിയിലുള്ള ആളുകൾ തന്നെ വിശ്വസിക്കുന്നു. അവിടെ BD ദേവസി എന്ന് പറയുന്ന വളരെ ജനകീയനായ ഒരു സിറ്റിംഗ് MLA ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് ഈ പറഞ്ഞ ചാലക്കുടിയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. അത് വലിയൊരളവിൽ അവിടെ ഒരു സുരക്ഷിത മണ്ഡലം എന്ന് കരുതപ്പെട്ടിരുന്ന ചാലക്കുടിയിൽ LDFൻ്റെ പരാജയത്തിലേക്ക് വഴിവെച്ച ഒരു പ്രധാന ഘടകവും അതുതന്നെയാണ്. അത് തിരിച്ചടിച്ചു. ആ പരീക്ഷണം പാളിപ്പോയി എന്നുള്ളതാണ് സത്യം. എങ്കിലും ചാലക്കുടിയിൽ അടക്കം കേരള കോൺഗ്രസ് എമ്മിന് അത്ര നിർണായകമായ ഒരു ശക്തിയൊന്നുമില്ല. ഈ 3 മണ്ഡലങ്ങളിലാണ് പൊതുവിൽ കേരള കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനമുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാലക്കുടിയിൽ കുറച്ചുണ്ട്, അതുപോലെ അങ്കമാലിയിലുണ്ട്, പിന്നെ പെരുമ്പാവൂരിലാണുള്ളത്. കുന്നത്തുനാട്, ആലുവ മണ്ഡലങ്ങൾ, അതുപോലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിലൊന്നും ഈ കേരള കോൺഗ്രസിന് കാര്യമായ ഒരു സ്വാധീനവുമില്ല. അവർക്ക് അവിടെ ഒരു പ്രസക്തിയില്ല. പക്ഷേ ഈ 3 മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് ചെറിയ തോതിലെങ്കിലും എന്താ പറയുക, വോട്ട് ബാങ്ക് ഉണ്ട്. അത് ഒരു നിർണായക ശക്തിയായിട്ട് ജയാപരാജയങ്ങളെ, അല്ലെങ്കിൽ രവീന്ദ്രനാഥിൻ്റെ വിജയത്തിൽ ഒരു നിർണായക
ശക്തിയാവുന്ന ഘടകമാകുന്ന രീതിയിലുള്ള ഒരളവും തൂക്കമൊന്നും ആ പാർട്ടിയുടെ വോട്ടർമാർക്ക് ഇല്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് അങ്ങനെ ഒരു ശക്തി ഇല്ല എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഘടകത്തെ നമ്മളിപ്പോൾ ഈ 2020 ഘടക പോലെയുള്ള ഒരു സാന്നിധ്യമായിട്ടൊന്നും അവരുടെ വരവ് ഇടതുമുന്നണിയുടെ സാധ്യതകൾ വളരെയേറെ വർദ്ധിപ്പിക്കുകയും UDFിൻ്റെ സാധ്യതകളെ കുറയ്ക്കുകയും ചെയ്യുന്നതെന്നും കരുതാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് അവിടെ UDFിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആലുവയിൽ ലീഗിന് കുറേ വോട്ടുകളുണ്ട്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ UDFിൻ്റെ ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് തന്നെയാണ്. കോൺഗ്രസിൻ്റെ വോട്ട് അത്ര ചെറിയ വോട്ടുമല്ല. എത്രയോ കാലങ്ങളായിട്ട് കോൺഗ്രസ് വലിയ മാർജിനിൽ ജയിക്കുന്ന മണ്ഡലങ്ങളാണ് ആലുവയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അങ്കമാലിയും ഇതൊക്കെ. റോജി ജോണിനെ പോലെയുള്ള അങ്കമാലി MLA, അതുപോലെ തന്നെ അൻവർ സാദത്ത്, അങ്ങനെ കരുത്തരായ നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് അവരുടെ മുഖമായി മാറിയിട്ടുള്ള പലരുമാണ് ഈ മണ്ഡലങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോൺഗ്രസ്സിന് ഈ എറണാകുളം ജില്ലയിൽപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ 2020 ഭീഷണിയോളം വരില്ല മറ്റൊന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. അവസാനമായ ഒരു ഒറ്റ കാര്യം ചോദിച്ചാൽ, ശക്തമായ മത്സരമുണ്ട്. 2020 പിടിക്കുന്ന വോട്ടുകൾ ആരെയാണ് ബാധിക്കുക എന്ന സംശയമുണ്ട്. പക്ഷേ എങ്കിലും UDFിനൊരു മേൽക്കൈയുണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവവും ആ മണ്ഡലത്തിലെ ആളുകൾ കാലാകാലങ്ങളായി പുലർത്തി വന്ന ഒരു രാഷ്ട്രീയ ഇതും ഒക്കെ നോക്കുമ്പോൾ, താങ്കൾ തന്നെ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മുകുന്ദപുരത്തിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞു, അതിനുശേഷമുള്ള മാറ്റം ഒന്നും ആ ഘട്ടത്തിൽ ഇപ്പോൾ 2014 ഇന്നസെന്റ് ഈ പറഞ്ഞ PC ചാക്കോയെ തോൽപ്പിക്കുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ അത് ചോദിച്ചു വാങ്ങിയ തോൽവിയാണ്. വാസ്തവത്തിൽ ധനപാലൻ എന്ന് പറയുന്നത് സിറ്റിംഗ് MP ഒരു താല്പര്യമില്ലാതിരുന്നിട്ടും പാർട്ടിയിൽ ശക്തനായ, ഡൽഹിയിൽ വലിയ പിടിയുള്ള PC ചാക്കോ എന്ന് പറയുന്ന ആൾ തൃശ്ശൂരിൽ വലിയ ഒരു നെഗറ്റീവ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അദ്ദേഹം നിഷ്ക്രിയനായിരുന്നു. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും പാർട്ടി പ്രവർത്തകർക്ക് വലിയ എതിർപ്പ്. അതിനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം വലിയ എതിർപ്പൊന്നുമില്ലാത്ത, ചാലക്കുടിയിൽ പൊതുവെ സ്വീകാര്യതയുണ്ടായിരുന്ന KP ധനപാലനെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശിസുകളോട് ആ ഒരു എക്സ്ചേഞ്ചിന് പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് ഒടുവിൽ രണ്ടും കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് 2 മണ്ഡലങ്ങളും ഒരുപോലെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനകത്ത് വോട്ടർമാരെക്കാൾ കൂടുതൽ കോൺഗ്രസ് ഒരു ടാക്ടിക്കൽ എറർ കൊണ്ട് വലിയൊരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആ ഒരു രീതിയിൽ ഒരു രാഷ്ട്രീയ ബ്ലണ്ടറിലൂടെയാണ് സത്യത്തിൽ അവിടെ അന്ന് തോൽവി ചോദിച്ചു വാങ്ങിയത്. പിന്നെ ഇന്നസെന്റ് എന്ന് പറയുന്ന ജനപ്രിയനായ, അത് ഇതിനലപ്പടക്കാരനായിട്ടുള്ള കേരളത്തിലെ അക്കാലത്ത് എല്ലാവരുടെയും വേറെയും ചില ഘടകങ്ങളുണ്ട്, അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും പേരിൽ ജനപ്രീതിയുള്ള നടൻ, പിന്നെ സ്ത്രീകൾക്കൊക്കെ വളരെ താല്പര്യം, അത് ഇപ്പോൾ ഒരു പരിധിവരെ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, ആ ഒരു പരിചിത മുഖം, ആ മുഖം അന്ന് ജനങ്ങളെ വോട്ടർമാരെ ആകർഷിച്ചു. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു ബ്ലണ്ടറും, ഇത് രണ്ടും കൂടിയാണ് ഇന്നസെന്റിൻ്റെ വിജയത്തിന് കളവൊരുക്കിയത്. പിന്നീട് ഇന്നസെന്റിന് പിന്നീട് 2019 ബെന്നി ബെഹനാൻ മണ്ഡലം തിരിച്ചു പിടിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ 2 ഘടകങ്ങൾ, രവീന്ദ്രനാഥിൻ്റെ ക്ലീൻ പ്രതിച്ഛായയും അതുപോലെ തന്നെ 2020 ആ ഒരു സാന്നിധ്യം, ഈ 2 ഘടകങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബെന്നി ബെഹനാന് സുരക്ഷിത മണ്ഡലമായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. മാത്രമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. അവിടുത്തെ പൊതുവിൽ ആ ഒരു മണ്ഡലത്തിലെ ഇടത്തരക്കാരുടെയൊക്കെ മനസ്സിൽ ആദ്യത്തെ വികാരമായിട്ട് പണ്ട് മുതലേ കോൺഗ്രസ് UDF എന്നുള്ള ഒരു ഇത് ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെന്നി ബെഹനാന് വേണമെങ്കിൽ ഒരു പണത്തൂക്കം മുന്നിൽ തന്നെ, തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബെന്നി ബെഹനാൻ ഒരു പണത്തൂക്കം മുന്നിൽ എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പക്ഷെ അതിനെ മറികടക്കാൻ ആ പൊന്നിൻ്റെ തിളക്കവുമായിട്ട് വരുന്ന രവീന്ദ്രനാഥ് മാഷ് കഴിയുമോ എങ്കിൽ അതിന് വലിയ അട്ടിമറി തന്നെയാണ് എന്ന് കാണേണ്ടിയിട്ട്. അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട്, പഴയ മുകുന്ദപുരത്തും ഉണ്ടായിട്ടുണ്ട്, ചാലക്കുടിയിലും ഉണ്ടായിട്ടുണ്ട്. അട്ടിമറിക്ക് കാരണം കോൺഗ്രസിൻ്റെ ബ്ലണ്ടർ ആണെങ്കിൽ പോലും അട്ടിമറിയായി ചാലക്കുടിയിലും സംഭവിച്ചിട്ടുണ്ട് 2014. C. രവീന്ദ്രനാഥ് എന്ന സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണിയുടെ മുഖ്യ ആയുധം. കോൺഗ്രസിനുള്ള സ്വാധീനം മറികടക്കാൻ പാകത്തിലുണ്ടോ രവീന്ദ്രനാഥിൻ്റെ പ്രതിച്ഛായ? അതാണ് ചാലക്കുടിയുടെ ഫലം നിർണ്ണയിക്കുക.